ഇപ്പോൾ പറിച്ചെടുത്തിട്ടുള്ള നല്ല കൊള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കൊള്ളി കൊണ്ട് നല്ലൊരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. ആദ്യം കൊള്ളി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കൊത്തി കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് 1 സ്പൂണോളം നല്ല ജീരകവും 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്തിട്ടുള്ള തേങ്ങാപ്പാൽ ആവരുത് കേട്ടോ. കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ചിട്ട് വരുമ്പോൾ നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 വറ്റൽമുളകും 1 പിടി കറിവേപ്പിലയും 1 പിടി ചുവന്നുള്ളി നല്ലപോലെ ചതച്ചെടുത്തും കൂടി ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ഈ കൊള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാൽക്കപ്പയാണ് ഐറ്റം. വൈകുന്നേരം ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അതിന് കൂടെ ഉള്ളിയും മുളകും ചമ്മന്തിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മീൻ കറിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു ഐറ്റം കിട്ടുകയാണെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.